ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 242 ദിവസം. സൂറത്തുൽ ബഖറ 232. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ أَن يَنكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا بَيْنَهُم بِالْمَعْرُوفِ ذَلِكَ يُوعَظُ بِهِ مَن كَانَ مِنكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكُمْ أَزْكَى لَكُمْ وَأَطْهَرُ وَاللَّهُ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. നിങ്ങൾ സ്ത്രീകളെ വിവാഹമുക്തരാക്കുകയും അവരുടെ ദീക്ഷ പൂർത്തിയാവുകയും ചെയ്താൽ ഉഭയകക്ഷി സമ്മതപ്രകാരം പ്രതിശ്രുത വരന്മാരെ വിവാഹം ചെയ്യാൻ അവർക്ക് നിങ്ങൾ വിഘാതമുണ്ടാക്കരുത്. നിങ്ങളിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ അപ്രകാരം ഉപദേശിക്കുകയാണ്. നിങ്ങൾക്കതാണ് കൂടുതൽ സംശുദ്ധവും വെടിപ്പുള്ള സമ്പ്രദായം. നിശ്ചയം അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. വിവാഹം ആഗ്രഹിക്കുന്ന പ്രതിശ്രുത വരന്മാരുടെ ഉദ്ദേശത്തിലോ പരിപാടിയിലോ മുൻ ഭർത്താവോ അയാളുടെ കുടുംബക്കാരോ ഇടപെടുകയോ മുടക്കം നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. പരസ്യമായി മുടക്കലും സ്വകാര്യ നീക്കങ്ങളും ഗൂഢാലോചന നടത്തലുമൊക്കെ തുല്യമാണ്. അത്തരം ഇടപെടലുകൾ പാടില്ല. ഒരു കുടുംബത്തിൽ വിവാഹത്തിലൂടെ വന്ന സ്ത്രീ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയോ അയാൾ മരണപ്പെടുകയോ ചെയ്താൽ അവൾ മറ്റൊരു കുടുംബത്തിൽ ഭാര്യയായി പോകുന്നത് അപമാനമായി കണക്കാക്കുന്ന മൂഢവിചാരം പുലർത്തുന്ന ചില വംശക്കാരും കുടുംബങ്ങളുമുണ്ട്. അത്തരക്കാർ തങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന പെണ്ണ് മറ്റു കുടുംബത്തിലേക്ക് പോകുന്നത് തടയാൻ തരാതരം ഉടക്കുകളുണ്ടാക്കുക പതിവാണ്. അതിൻ്റെ പേരിൽ വളരെ ഗുരുതരമായ കലാപങ്ങളും രക്തച്ചൊരിച്ചിലും വരെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ രാജ്യത്തും ഇത്തരം മൗഢ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഉള്ള മൗഢ്യം അറേബ്യയിലും ഉണ്ടായിരുന്നു. ഖുർആൻ അത് വിലക്കി. ഒരു സ്ത്രീ വിവാഹമോചിതയായാൽ അവളുടെ വഴിയിൽ മുടക്കം സൃഷ്ടിക്കാൻ ആർക്കും അനുവാദമില്ല. അവർ ഇഷ്ടപ്പെടുന്ന ആരുമായും വിവാഹം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. വിവാഹം നിയമാനുസൃതമായിരിക്കണമെന്ന് മാത്രം. ആർക്കും അതിനെ എതിർക്കാൻ അധികാരമില്ല. നിയമാനുസൃതമെന്നാൽ സച്ചരിതരും മാന്യന്മാരുമായ അറബികൾ അംഗീകരിച്ചു പോന്നിരുന്നതും ഇസ്ലാം പരിഷ്കരിച്ച് സ്ഥിരപ്പെടുത്തിയതുമായ സമ്പ്രദായങ്ങളാണ് ഉദ്ദേശം. ഇസ്ലാമിക നിയമസംഹിതയുടെ അംശമായി തീർന്ന അത്തരം സമ്പ്രദായങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇസ്ലാം മാർഗനിർദ്ദേശവും സ്വാതന്ത്ര്യവും നൽകുകയുണ്ടായി. വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ മാന്യോചിതമല്ലാത്ത നിലപാടുകൾ സ്ത്രീകളും പുരുഷന്മാരും കൈക്കൊള്ളാതിരിക്കാനും അത് മുൻ ഭർത്താവിനും കുടുംബത്തിനും അതേപോലെ പ്രതിശ്രുത വരനും കുടുംബത്തിനും സ്ത്രീക്ക് തന്നെയും അപമാനത്തിനിടവരാതിരിക്കാനും കുടുംബത്തിൻ്റെ അന്തസ്സിന് ക്ഷതമേൽക്കാതിരിക്കാനുമാണ് ഖുർആൻ നിയമാനുസൃതമെന്ന ഉപാധി നിശ്ചയിച്ചത്. നിങ്ങളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ അപ്രകാരം ഉപദേശിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ചുരുക്കം. വീണ്ടും പറയുന്നു, നിങ്ങൾക്കതാണ് കൂടുതൽ സംശുദ്ധവും വെടിപ്പുമുള്ള സമ്പ്രദായം. അഥവാ സ്ത്രീയുടെ സംതൃപ്തി പ്രകാരം വിവാഹം കഴിക്കാൻ തടസ്സങ്ങളുണ്ടായാൽ കുടുംബത്തിലും തുടർന്ന് സമൂഹത്തിലും അനേകം തിന്മകൾ വ്യാപിക്കുമെന്ന് ആശങ്കിക്കപ്പെടേണ്ടതുണ്ടെന്ന് സാരം. അങ്ങനെയാണ് സ്വകാര്യ ബന്ധങ്ങൾ, വ്യഭിചാരം, തുടർന്ന് തട്ടിക്കൊണ്ടുപോക്ക്, ഓടിപ്പോക്ക് മുതലായ നീചമായ പ്രവൃത്തികൾക്ക് കള്ളവാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. ഒരു നാൾ എല്ലാ അഹങ്കാരികളും മൂക്കുകുത്തി വീഴുന്നതാണ്. അവരുടെ മൂക്കുയരവും നീളവും കാണിക്കാൻ വേണ്ടിയാണ് വ്യാജ ആചാരങ്ങളുടെ പേരിൽ മനുഷ്യൻ്റെ സഹജ വികാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും തടയിട്ട് തടസ്സമുണ്ടാക്കുന്നത്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുകയില്ല എന്ന പ്രസ്താവന കൊണ്ടാണ് സൂക്തം സമാപിച്ചത്. അഥവാ നിങ്ങളുടെ അറിവും ദൃഷ്ടിയും വളരെ പരിമിതമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അതേപടി പൂർണ്ണമായും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹു കൽപ്പനകൾ നൽകുന്നത്.
അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ ധർമ്മം. അത് പാലിക്കപ്പെടണമെന്ന് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.